നമസ്കാരം. ഇന്നിപ്പോൾ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാസ് ചെയ്യുന്നത്. തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നിന്നുള്ള ഒരു കാഴ്ച. അവിടെ രോഗിയായി കിടക്കുന്ന ഒരാളിൻ്റെ പിതാവ് ഞങ്ങൾക്ക് എടുത്ത് അയച്ചു തന്നതാണ്. ഈ കാണുന്ന സ്ത്രീ, ഫോട്ടോയിൽ കാണുന്ന സ്ത്രീ ഒരാഴ്ചയായി അദ്ദേഹത്തിൻ്റെ സ്വന്തം വാഹനത്തിലാണ് ഇരിക്കുന്നത്. കാരണം അകത്തൊന്നും കയറാൻ പറ്റാത്തതുകൊണ്ട് വെളിയിൽ വാഹനത്തിലിരിക്കുകയാണ്. അപ്പോഴൊക്കെ ഈ സ്ത്രീയെ കാണുന്നുണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യം ഈ സ്ത്രീ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് 100 രൂപ വീതം ചോദിച്ചു. ആദ്യം ഒരു പ്രാവശ്യം അദ്ദേഹം കൊടുത്തു. പിന്നീട് പല പ്രാവശ്യം ആയപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അദ്ദേഹം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് രാവിലെ കൃത്യം ഒരു 8, 8:30, 9 മണിയാകുമ്പോൾ ഈ സ്ത്രീ വരും. വന്നു കഴിഞ്ഞാൽ ഇതുപോലെ റോഡിലൂടെ SIT ഹോസ്പിറ്റലിൻ്റെ മുന്നിലുള്ള ആ ഫുട്പാത്തിലൂടെ നടക്കും. ആരെങ്കിലും കാണുമ്പോൾ അവരോട്, നല്ല ഡ്രസ്സൊക്കെ ചെയ്താണ് വരുന്നത്, അവരോട് 100 രൂപ ചോദിക്കും. എന്തിനാണ് ഈ പൈസ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, രോഗിയായി കിടക്കുന്ന എൻ്റെ ബന്ധു അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇതുപോലെ രോഗിയായി കിടക്കുകയാണ്, അവർക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി പൈസ ഇല്ലാതെ ഇറങ്ങിയതാണ്, നന്നായി വസ്ത്രധാരണം നടത്തിയ ഒരു സ്ത്രീയാണ്. അപ്പം ഇത് സാധാരണ നിലയിൽ ഒരുപാട് പ്രാവശ്യമായപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ എൻ്റെ കൂടെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു എടുത്തിടാൻ പറഞ്ഞു. അങ്ങനെ എടുത്തിട്ടതാണ് ഈ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ആയൂർ ടു ഓയൂർ ന്യൂസ് വഴി ഇതൊന്ന് പ്രചരിപ്പിക്കുന്നത്. കാരണം ഈ SIT ഹോസ്പിറ്റലിലൊക്കെ നമുക്കറിയാം, അവിടെ ചെന്ന് കിടക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് പൈസ ഉണ്ടാക്കിയിട്ടായിരിക്കും ഓരോരുത്തർ അവിടെ ചെന്ന് ഈ കുട്ടികളെ ചികിത്സിക്കാനും മറ്റാവശ്യത്തിനും വേണ്ടി അവിടെ കിടക്കുന്നതെന്നറിയാം. ആഴ്ചകളോളം അവിടെ കിടക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്ന. പിന്നെ ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. 2-3 ദിവസത്തിന് മുമ്പ് ഈ ഒരു സ്ത്രീ വന്നിട്ട് വൈകുന്നേരമായപ്പോൾ വീട്ടിൽ പോകാനൊരുങ്ങിയപ്പോൾ വന്ന് ഈ പറയപ്പെടുന്ന ആളിനോട് ചോദിച്ചു, ഒരു 2000 രൂപ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പറിൽ നിന്നും എൻ്റെ ഗൂഗിൾ പേയിലേക്ക് അതൊന്ന് അയച്ചു തരാമോ, ക്യാഷായിട്ട് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ നടന്നപ്പോൾ 2000 കിട്ടിയുള്ളോ എന്ന് ഒരു ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ നടന്നു പോവുകയാണ് ചെയ്തത്. പുതുതായി വരുന്ന ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ സ്ത്രീ എന്തായാലും ഒരു ദിവസം 2000 രൂപയിൽ കൂടുതൽ സമ്പാദിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യുക.